ഹായ് എസ് എൽ ടോക്സിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത് നിങ്ങളുടെ എക്സ് ലവർ അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ് പാർട്ട്ണർ ഇപ്പൊ നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അവർ നിങ്ങളിലേക്ക് വന്ന് എന്ന് വിചാരിക്കുക. അതായത് അവർ നിങ്ങളെ വിളിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, എനിക്ക് നിന്റെ റിലേഷൻഷിപ്പിലേക്ക് നിന്റെ അടുത്തേക്ക് തന്നെ വരണം എന്നവർ പറയുന്നുണ്ടെങ്കിൽ എങ്ങനെ നമ്മൾ പെരുമാറണം, പിന്നീട് അങ്ങോട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ഇങ്ങനെ കുറെ പേര് ചോദിക്കാറുണ്ട്. അപ്പൊ അതിനുള്ളൊരു മറുപടിയുമായിട്ടാണ് ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ എക്സ് നിങ്ങളിലേക്ക് തിരികെ വന്നു കഴിഞ്ഞാൽ ഇനി നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ള ആ കാര്യങ്ങൾ. അതിന്റെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, എന്താണ് അവർ തിരികെ വരുന്നതിന്റെ ഉദ്ദേശം എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. കുറച്ച് പേര് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കാട്ടിയിട്ട് അതായത് നിങ്ങളുടെ ലൈഫ് ഇല്ലാണ്ടാക്കുക എന്നൊരു ചിന്ത പലർക്കും ഉണ്ടായിരിക്കും. അതായത് ഒരു റിവെഞ്ച് എന്നുള്ള രീതിയിലൊക്കെ പലരും ബിഹേവ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്താഗതിയുമായിട്ട് വരാറുണ്ട്. അതാണോ കാരണം, അല്ലെങ്കിൽ നിങ്ങളില്ലാതെ അവർക്ക് ഒറ്റപ്പെട്ടതുപോലെ ഫീൽ ചെയ്യുന്നതുകൊണ്ടാണോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഓർമ്മകൾ കൊണ്ട് അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, നിങ്ങളില്ലാതെ പറ്റില്ല എന്നൊരു ചിന്ത ഉള്ളത് കൊണ്ടാണോ എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അത് നിങ്ങൾ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. ഇനിയിപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് അല്ലെങ്കിൽ അവർക്കും നിങ്ങൾക്കും ഇടയിലുള്ള ഒരു ഫ്രണ്ട് ഉണ്ടായിരിക്കുമല്ലോ, അവരോടൊക്കെ സംസാരിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അത് നിങ്ങൾ അവരുമായിട്ട് സംസാരിച്ച് എന്തായാലും തുടങ്ങിയിട്ടുണ്ടായിരിക്കുമല്ലോ, അപ്പോഴായിരിക്കും ഇവരിത് പറയുന്നുണ്ടാവുക, അല്ലെങ്കിൽ ഇവരിത് പറഞ്ഞതിന് ശേഷം നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ കൃത്യമായിട്ട് അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അവരങ്ങനെ ചിലപ്പോൾ പറയുന്നുണ്ടായിരിക്കും, എനിക്ക് നീ ഇല്ലാതെ പറ്റുന്നുണ്ടായിരുന്നില്ല ഇത്രയും ദിവസം എന്നുള്ള രീതിയിലൊക്കെ അവർ പറയും. അപ്പൊ അവർ പറയുന്നതിൽ സത്യസന്ധത ഫീൽ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. അപ്പൊ ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ് അവർ തിരികെ വരണമെന്ന് ആഗ്രഹിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് വളരെ കാമായിട്ട് അവരോട് റെസ്പോണ്ട് ചെയ്യുക. അതായത് ഇപ്പൊ അവർ നിങ്ങളിലേക്ക് ഇങ്ങനെ വരണം, നിങ്ങളില്ലാണ്ട് പറ്റില്ല എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ കാമായിട്ട് പറയുക, എനിക്ക് ഇതൊന്ന് ഡൈജസ്റ്റ് ആവാനായിട്ട് ടൈം എടുക്കും, കുറച്ച് ടൈം എടുക്കും, അത് ഒന്നും വിചാരിക്കരുത്, എനിക്ക് കുറച്ച് സമയം വേണം ആലോചിക്കാൻ എന്നുള്ള കാര്യം അവരോട് പറയാം. വളരെ കാമായിട്ടാണ് പറയാം. അല്ലാതെ പെട്ടെന്ന് നിങ്ങൾ തീരുമാനം എടുക്കരുത്. ചിലരുണ്ട്, ശരി നിനക്ക് അങ്ങനെ പറ്റില്ലെന്നുണ്ടെങ്കിൽ നീ വന്നോ, നമുക്ക് റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് പഴയതുപോലെ തന്നെ നമുക്ക് മുന്നോട്ട് പോകാം എന്നൊക്കെ പറയുന്നവരുണ്ട്. അത് അങ്ങനെ പെട്ടെന്ന് നിങ്ങൾ പറയരുത്. കുറച്ച് ടൈം എന്തായാലും എടുക്കണം. കുറച്ച് സമയം, അതായത് കുറച്ച് ദിവസം നിങ്ങൾ യെസ് എന്നൊരു ആൻസർ പറയാതെ മുന്നോട്ട് പോവാം. അപ്പോഴും അവർ നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക അത് ജെന്യുവൻ ആണ് എന്നുള്ളത്. അതല്ലാതെ നിങ്ങൾ പെട്ടെന്ന് ഇല്ല എനിക്ക് പറ്റില്ല എന്ന് പറയരുത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല, നിങ്ങളിലേക്ക് വരാൻ പറ്റൂല. അപ്പൊ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ ആണെങ്കിൽ കൂടി അവർക്ക് നിങ്ങളിലേക്ക് വരാൻ പറ്റില്ല. അപ്പൊ പിന്നെ അവർ ചിലപ്പോൾ വേറെ എന്തെങ്കിലും രീതിയിൽ നെഗറ്റീവായ രീതിയിൽ ചിന്തിക്കാനുള്ള സാധ്യതയുണ്ട്, അത് അവരുടെ ലൈഫിനെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. സോ നിങ്ങൾ ചെയ്യേണ്ടത് കുറച്ച് ടൈം എടുക്കുക, അവരോട് പറയാം എനിക്ക് കുറച്ച് ടൈം വേണം എന്നുള്ളത് പറയാം. എന്നിട്ടും അവര് നിങ്ങളെ വിടുന്നില്ല, നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വരണം എന്ന് പറയുന്നുണ്ടെങ്കിൽ പിന്നീട് അങ്ങോട്ട് നിങ്ങൾക്ക് തീരുമാനമെടുക്കാം. എന്തായാലും കുറച്ച് ടൈം നിങ്ങൾ എടുക്കുക എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങളുടെ മുന്നേ കഴിഞ്ഞ ആ ഒരു പാറ്റേണിൽ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുമോ എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ആലോചിക്കുക, അത് അവരുമായിട്ട് ഡിസ്കസ് ചെയ്യുക. അതായത് ചിലപ്പോൾ മുൻപേ ഒരുപാട് ഹേർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും നിങ്ങൾ, അതല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് അവർക്ക് എന്തെങ്കിലുമൊക്കെ മോശമായ രീതിയിൽ എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള ബിഹേവിയർ ഒക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, മുൻപത്തെ പോലെ ആണെന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു ബ്രേക്കപ്പ് ഉറപ്പായിട്ടും നിങ്ങൾക്കിടയിൽ ഉണ്ടാവും എന്നുള്ളതാണ്. സോ അങ്ങനെ ഇല്ലാതിരിക്കാൻ പറ്റുമോ, അതായത് മറ്റൊരു രീതിയിൽ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളത് രണ്ടുപേരും ഡിസ്കസ് ചെയ്യുക. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പേ ഉണ്ടായിട്ടുള്ള മോശമായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അവർ നിങ്ങളെ ഹേർട്ട് ചെയ്ത കാര്യങ്ങൾ അവരോട് പറഞ്ഞൊരു വഴക്കുണ്ടാക്കുക എന്നുള്ളതൊന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നേരെ മറിച്ച് അത് പറഞ്ഞ് സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അവർ ചെയ്തൊരു തെറ്റാണെന്നുണ്ടെങ്കിൽ അവരത് അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം ഒന്ന് ചെക്ക് ചെയ്യുക. ഇനി ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത് റെസ്പെക്ട് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഇപ്പൊ അവര് നിങ്ങളിലേക്ക് വരണം എന്ന് പറയുമ്പോൾ പലരും ചെയ്യുന്നൊരു കാര്യമുണ്ട്, കുറച്ചൊക്കെ ഈഗോ എപ്പോഴും മനസ്സിലുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഞാൻ എന്ന ഭാവമൊക്കെ ഉണ്ടാവുമ്പോൾ നമ്മൾ കുറച്ചൊക്കെ ഒന്ന് അഹങ്കാരം അല്ലെങ്കിൽ ജാടയിട്ട് സംസാരിക്കും, അല്ലെങ്കിൽ റെസ്പെക്ട് ഇല്ലാണ്ട് ബിഹേവ് ചെയ്യും. നീ അങ്ങനെ ചെയ്തില്ലേ, നീ അങ്ങനെ ചെയ്തില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവരോട് മോശമായിട്ട് ബിഹേവ് ചെയ്യും. അങ്ങനെ ഒരിക്കലും നിങ്ങൾ അവരോട് പറയാതിരിക്കുക. എപ്പോഴും റെസ്പെക്ട് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക. അതായത് നിങ്ങൾ ഒരു നല്ല പേഴ്സൺ ആണ് എന്നുള്ള രീതിയിൽ തന്നെ നിങ്ങൾ നിൽക്കണം. അതല്ലാതെ മോശമായ രീതിയിൽ അവരോട് ബിഹേവ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നിങ്ങളെ അംഗീകരിക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല, ചിലപ്പോൾ നിങ്ങളോട് ആത്മാർത്ഥമായി സ്നേഹമുള്ള ഒരാളായിരിക്കും. ചിലപ്പോൾ എന്തെങ്കിലും കാരണം കൊണ്ട് നിങ്ങളെ വിട്ടിട്ട് പോവേണ്ടി വന്നതായിരിക്കും, പക്ഷെ അവരെക്കാൾ കൂടുതൽ നന്നായിട്ട് നിങ്ങൾ സ്നേഹിക്കാൻ മറ്റാർക്കും കഴിഞ്ഞു എന്ന് വരില്ല. അതുകൊണ്ട് നിങ്ങൾ അവരോട് ഡിസ്റെസ്പെക്റ്റോട് കൂടിയിട്ട് ബിഹേവ് ചെയ്ത് കഴിഞ്ഞാൽ അവർ നിങ്ങളെ വിട്ടു പോകും, എന്നേക്കുമായി വിട്ടിട്ട് പോകും. അപ്പോൾ ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമാണെങ്കിൽ പോലും ചിലപ്പോൾ നിങ്ങൾക്ക് അത് കിട്ടണം എന്നില്ല. അതുകൊണ്ട് റെസ്പെക്ട് എപ്പോഴും നിലനിർത്തി സംസാരിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, സ്റ്റിൽ നിങ്ങൾക്ക് ഇപ്പോഴും അവരോട് ഫീലിങ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് അക്സെപ്റ്റ് ചെയ്യാം എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ മനസ്സിലും അവരോട്
ഫീലിങ്സ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ഇഷ്ടവും ഒക്കെ തോന്നുന്നുണ്ടെങ്കിൽ, അവർ വേണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് അക്സെപ്റ്റ് ചെയ്യാം. അതല്ലാതെ ആ ഒരു പേഴ്സണിന് വേണ്ടി മാത്രം, അതായത് അവർ പറയുകയാണ് നീ ഇല്ലാതെ പറ്റില്ല എന്ന് പറയുകയാണ്, പക്ഷെ നിങ്ങളുടെ മനസ്സിൽ അവരോട് പ്രത്യേകിച്ച് ഫീലിങ്സോ ഇഷ്ടമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യേണ്ട. കാരണം ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. പിന്നെ നമുക്ക് അവരോട് ഫീലിങ്സ് വരുമോ എന്നുള്ളത് പറയാൻ പറ്റില്ല. ചിലപ്പോൾ അവരായിരിക്കില്ല നമുക്കുള്ള ആ ഒരു പേഴ്സൺ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും പറയുന്നത് കൊണ്ട് മാത്രം നിങ്ങൾ ആളെ ചൂസ് ചെയ്യരുത്, അല്ലെങ്കിൽ അവരുടെ അടുത്ത് ഓക്കെ എന്ന് പറയരുത്. നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും അവരോടുള്ള സ്നേഹവും ഫീലിങ്സ് ഉണ്ടെങ്കിൽ മാത്രം അവരെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാം. അപ്പൊ ഈ രീതിയിലാണ് നിങ്ങൾ അവരോട് ബിഹേവ് ചെയ്യേണ്ടത്. പലരും ചോദിക്കാറുണ്ട്, എൻ്റെ എക്സ് എന്നിലേക്ക് തിരികെ വന്നിട്ടുണ്ട്, പക്ഷെ ഞാൻ എന്താ ചെയ്യേണ്ടത്, എനിക്കിനി എന്ത് തീരുമാനം എടുക്കണം എന്നറിയില്ല, കാരണം വീണ്ടും ബ്രേക്കപ്പ് ആവുമോ എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ട് എന്നൊക്കെ പലരും പറയാറുണ്ട്. സോ ഈ രീതിയിൽ നിങ്ങൾ ബിഹേവ് ചെയ്താൽ മതി. ഇത് ശരിക്കും അവരുടെ ഉള്ളിൽ എന്താണെന്ന് മനസ്സിലാക്കാനും അതേപോലെ തന്നെ നിങ്ങൾക്ക് ശരിക്കും അവരോട് ഇഷ്ടമുണ്ടോ എന്നുള്ള കാര്യമൊക്കെ അറിയാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് പോയിന്റ്സ് ആണ്. സോ ഇത് നിങ്ങൾ ഫോളോ ചെയ്ത് നോക്കുക. അപ്പൊ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാനോട് വൈൻഡ് അപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അതേപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.